From the Truth Social post നമ്മളിപ്പോൾ കാണുന്നത് Khamenei, one of the most evil people in history, is dead. This is not only just for the people of Iran but all the great Americans and those people from many countries throughout the world. അത് തന്നെയാണ് പറയുന്നത്. ഈ പറയുന്ന Khamenei കൊലപ്പെടുത്തി എന്നാണ് നമുക്ക് ഈ ട്രംപ് ഏറ്റവും ഒടുക്കമിടുന്ന പോസ്റ്റിൽ പറയുന്നത്. ഇത് 5 മിനിറ്റ് മുമ്പ് ഇട്ട പോസ്റ്റാണ്. അതായത് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ Khamenei കൊല്ലപ്പെട്ടു എന്ന് ആദ്യമായി ട്രംപ് Khamenei കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ ഒരു സ്ഥിരീകരണം വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം വിശ്വാസയോഗ്യമെന്ന കാര്യത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടി വരും. ആ പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്: Khamenei, one of the most evil people in history, is dead. This is not only justice for the people of Iran but for all great Americans and those people from many countries throughout the world that have been killed or mutilated by Khamenei and his gang bloodthirsty thugs. അതെ, Khamenei കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇറാന് വേണ്ടി മാത്രമല്ല, അമേരിക്കയ്ക്ക് വേണ്ടി, അതിനപ്പുറത്തേക്ക് Khamenei ഭരണകൂടം ഇല്ലാതാക്കിയ നൂറുകണക്കിന് മനുഷ്യർക്ക് വേണ്ടി Khamenei കൊലപ്പെടുത്തിയെന്ന എന്നൊരു പ്രഖ്യാപനമാണ് നിലവിൽ ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇതിനോട് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. 5 മിനിറ്റ് മുമ്പ് മാത്രം ട്രംപ് ഇട്ട പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഒരു ഒതന്റിക്കായ ഒരു എവിഡൻസിന്റെ പുറത്തിട്ട പോസ്റ്റാണ് നടക്കുമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം നേരത്തെ ഒരു ഇസ്രായേലി സൈനികന്റെ പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ട ഈ Khameneiയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടെന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഏറ്റവും പ്രധാനമായും ഒതന്റിക്കായി നമ്മൾ ക്രെഡിബിളായ കാര്യങ്ങൾ പറയുമെന്ന് നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ വെറുതെ ഒരു ഏറ്റവും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ പറയുമെന്ന് നമ്മൾ കരുതുന്ന ട്രംപ് ഇപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് Khamenei കൊല്ലപ്പെട്ടു എന്ന പോസ്റ്റാണ്. ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പോസ്റ്റ് ഈ ദിവസം ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പ്രതികരണം ഇറാൻ നടത്തിയിട്ടില്ല. നേരത്തെയൊക്കെ ഓരോ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് Khamenei കൊല്ലപ്പെട്ടിരിക്കാമെന്ന വാർത്തകളൊക്കെ വന്നതെങ്കിൽ ഇതാദ്യമായാണ് ട്രംപ് ഔദ്യോഗികമായി Khamenei കൊല്ലപ്പെട്ടു എന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തുവിടുന്നത്. He was unable to avoid our intelligence and highly sophisticated tracking system and working closely with Israel. There was not a thing he or other leaders that have been killed along with him could do. അതായത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളെയും ട്രാക്കിംഗ് സംവിധാനങ്ങളെയും തടുക്കാൻ അയാൾക്കായില്ല, അല്ലെങ്കിൽ Khameneiക്കായില്ല, അദ്ദേഹത്തിനായില്ല എന്നടക്കം ഈ പോസ്റ്റിൽ പറയുന്നു. ദിസ് ഇസ് ദ സിംഗിൾ ഗ്രേറ്റസ്റ്റ് ചാൻസ് ഫോർ ദി ഇറാനിയൻ പീപ്പിൾ ടു ടേക്ക് ബാക്ക് ദെയർ കൺട്രി. അത് തന്നെയാണ് ഈ പറയുന്ന യുദ്ധം കൊണ്ട് അമേരിക്ക ആഗ്രഹിച്ചതും അമേരിക്ക ഉദ്ദേശിച്ചതും. Khamenei കൊല്ലപ്പെട്ടിരിക്കുന്നത് ഭരണം നിങ്ങളതാണ്, നിങ്ങളുടെ വിധി നിങ്ങൾ കുറിക്കുമെന്ന് ഇറാൻ ജനതയോട് ഈ ട്രംപ് ആഹ്വാനം ചെയ്യുകയാണ്. അതായത് പ്രക്ഷോഭകാരികളുടെ ഭരണം ഏറ്റെടുക്കാൻ ഒരു തുറന്ന പ്രഖ്യാപനം ട്രംപ് നടത്തുന്നു. അതിനവർക്ക് ഫ്യൂൽ ചെയ്യപ്പെടുന്നത് Khamenei കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇട്ടുകൊണ്ട് തന്നെയാണ്. ഇത് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും ഇത്രയും വർഷം ആഗ്രഹിച്ചതും ഇത്രയും വർഷം മെനക്കെട്ട് പണിയെടുത്തതും. അതിൻ്റെ ഒരു തുടക്കമെന്ന മട്ടിൽ മാത്രമാണ് ആണവ നിരായുധീകരണമൊക്കെ കാരണമാണ് ഇറാനിൽ ആക്രമണം നടത്തുന്നതെന്ന് ലോകരാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. പ്രത്യക്ഷ ലക്ഷ്യം അത് ഈ പറയുന്ന Khamenei ഭരണകൂടത്തെ അടിച്ചമർത്തലാണ്, അവരെ ഉന്മൂലനം ചെയ്യലാണ്. ആ ഉന്മൂലനം ചെയ്തതിൻ്റെ ആദ്യഘട്ടമെന്നോണം Khamenei എന്ന അവരുടെ സുപ്രീം കോടതിനെ കൊലപ്പെടുത്തിയെന്ന് ട്രംപ് ആദ്യമായി ഔദ്യോഗികമായി അറിയിക്കുന്നു. അതിനപ്പുറത്തേക്ക് ട്രംപ് ഈ പറയുന്ന പ്രക്ഷോഭകാരികൾക്ക് ഇന്ധനം നൽകുന്നു, അവരെ ഫ്യൂവൽ ചെയ്യുന്നു. ഇത് നിങ്ങളുടെ അവസരമാണ്, ഭരണം പിടിച്ചെടുക്കാൻ നിങ്ങളുടെ അവസരമാണ് ട്രംപ് കൃത്യമായി പോസ്റ്റിൽ പറയുന്നു. അതിനപ്പുറത്തേക്ക് അതാണ് This is the single greatest chance for the Iranian people to take back their country. ഇറാനിയൻ ജനതയ്ക്ക് അവരുടെ രാജ്യത്തെ തിരിച്ചെടുക്കാൻ ഏറ്റവും മികച്ച സുവർണ അവസരമാണ് Khameneiയുടെ കൊലപാതകമെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. We are hearing that many of their IRGC, military and other security and police forces no longer want to fight and looking for immunity from us. അതാണ് ഇറാൻ കീഴ്പ്പെടാൻ തയ്യാറായിരിക്കുന്നു, ഇറാൻ വഴങ്ങേണ്ടിയിരിക്കുന്നു, ഇറാൻ കീഴടങ്ങാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അടക്കമുള്ള വിവരങ്ങളാണ് ഈ പറയുന്ന ട്രൂത്ത് സോഷ്യൽ. സ്വാഭാവികമായി ട്രംപിൻ്റെ വ്യൂസാണ് ഇതിലൊക്കെ. ഇറാന്റെ ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നിട്ടില്ല. ട്രംപിന്റെ പോസ്റ്റ് ആസ്പദമാക്കി പറയുകയാണെങ്കിൽ Khamenei കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന ഇറാൻ ജനതയ്ക്ക് അവരുടെ ഭരണം തിരിച്ചെടുക്കാനുള്ള സമയമാണ്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഭരണകൂടത്തെ പിടിച്ചു നിർത്തുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തിയായ ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ പല അംഗങ്ങളും കീഴ്പ്പെടാൻ തയ്യാറാണ്, അവർ കീഴടങ്ങാൻ തയ്യാറാണ്. അവർക്കിനി അമേരിക്കയുമായും ഇസ്രയേലുമായി യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല എന്ന് അവർ അറിയിക്കുന്ന അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ട്രൂത്ത് സോഷ്യലിലെ ട്രംപിന്റെ പോസ്റ്റിൽ പറയുന്നത്. അതിനുമപ്പുറത്തേക്ക് hopefully the IRGS and police will peacefully merge with the Iranian patriots and work together as a unit to bring back the country to the greatness it deserves. ഇത് തന്നെയാണ് നമ്മൾ പല രാജ്യങ്ങൾ കണ്ടതുപോലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ആഹ്വാനമാണ് ട്രംപ് ഇപ്പോൾ നടത്തുന്നത്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെ പല അംഗങ്ങൾക്കും കീഴ്പ്പെടാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഈ പറയുന്ന പോലെ കീഴടങ്ങാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിനോടൊപ്പം ചേർന്ന് പ്രക്ഷോഭകാരികൾക്ക് ഭരണത്തിലേക്ക് വരാം. ഇറാൻ റവല്യൂഷണറി ഗാർഡ് അംഗങ്ങൾ നിങ്ങളെ
ഒന്നും ചെയ്യില്ല, ധൈര്യമായി മുന്നോട്ട് പോകൂ, അവരുമായി ചേർന്ന് അവരുമായി കൊലാബ് ചെയ്തുകൊണ്ട് അവരുമായി സഹകരിച്ചുകൊണ്ട് ഖമനേയി ഭരണകൂടത്തെ അവിടെ മാറ്റി നിങ്ങളുടെ പ്രക്ഷോഭകാരികളുടെ ജനാധിപത്യ ഭരണം സ്ഥാപിക്കൂ എന്നാണ് ഈ പറയുന്ന ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ ട്രംപ് പറയുന്നത്. ദാറ്റ് പ്രോസസ് ഷുഡ് സൂൺ ബി സ്റ്റാർട്ടിംഗ് ഇൻ ദാറ്റ് നോട്ട് ഓൺലി ദ ഡെത്ത് ഓഫ് Khamenei but the country has been in only one day very much restored and even obliterated. The heavy and pinpoint bombing, however, will continue uninterrupted throughout the week or as long as necessary to achieve our objective of peace throughout the Middle East and in the world. അതിലും ഒരു പ്രധാനപ്പെട്ട കാര്യം, യുദ്ധം ഇന്നോ നാളെയോ കൊണ്ട് തീർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇറാനിന് മേലുള്ള പ്രഹരം, ഇറാന് മേലുള്ള ആക്രമണം അമേരിക്കയും ഇസ്രായേലും തുടരും. അത് ചിലപ്പോൾ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കും. ആത്യന്തിക ലക്ഷ്യം അത് ഖമനേയി സർക്കാരിനെ അടിച്ചമർത്തലാണ്, അവരുടെ ഉന്മൂലനമാണ്. അത് പൂർത്തിയാകും വരെ അമേരിക്ക യുദ്ധത്തിനുണ്ടാകുമെന്ന തുറന്ന പോരുകൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ ഇറാനും ഇസ്രായേലും ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, യുദ്ധം അവസാനിപ്പിക്കുന്നില്ല, ആത്യന്തിക ലക്ഷ്യം അത് പൂവണിഞ്ഞാൽ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ, യുദ്ധം തുടരുമെന്ന് ഈ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ ട്രംപ് അതിലൊരു ഉറച്ച നിലപാടെടുക്കുന്നു. യുദ്ധം തുടരും, ഇറാനിന് മേലുള്ള ഈ പറയുന്ന തീമഴ, ഈ പറയുന്ന പോലെ മിസൈൽ മഴ അത് തുടരുമെന്ന് തന്നെയാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ വ്യക്തമാക്കുന്നത്. ഏതുവരെ തുടരുമെന്ന ചോദ്യത്തിന് ഇതാ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ലോകത്തും സമാധാനം പുലരുന്നവരെ, ആ സമാധാനം പുലരണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഇറാനിലെ ഖമനേയി ഭരണകൂടം താഴെ ഇറങ്ങി പ്രക്ഷോഭകാരികളുടെ സർക്കാർ ഭരണത്തിലെത്തണം. അങ്ങനെ ആ പോസ്റ്റ് അവിടെയാണ് നിർത്തുന്നത്. അത് ഒരു സൂചനയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനം ഇനിയും ഏറെ അകലെയാണെന്ന് ട്രംപ് ഒരിക്കൽ കൂടി വിളിച്ചോതുന്നു. ട്രൂത്ത് സോഷ്യൽ 5 മിനിറ്റ് മുമ്പ് മാത്രം ഇട്ട പോസ്റ്റിൽ ട്രംപ് ആദ്യമായ ഇത്തരത്തിൽ ഖമനേയി കൊല്ലപ്പെടുന്ന സ്ഥിരീകരണം, ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗികമായി പറയുന്നത്, ആ ഔദ്യോഗികത എത്രത്തോളം ഇറാൻ അത് അംഗീകരിക്കും, അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു പ്രതികരണം എന്താണെന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ക്ലിയർ കട്ടാണ്, ഇറാന് മേലെയുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഈ പറയുന്ന ആക്രമണങ്ങൾ, ഈ പറയുന്ന സ്ഫോടനങ്ങൾ, ഈ പറയുന്ന എക്സ്റ്റേണൽ അഗ്രഷൻസ് അത് ഇന്നോ നാളെയോ കൊണ്ട് തീരില്ല. എന്നാണോ ഖമനേയി ഭരണകൂടം പൂർണ്ണമായും നിലംപൊത്തുന്നത്, എന്നാണോ പ്രക്ഷോഭകാരികൾ അവിടെ ഭരണം പിടിച്ചെടുക്കുന്നത്, അതുവരെ ഈ യുദ്ധം തുടരും. അതിനർത്ഥം യുണൈറ്റഡ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വിചാരിച്ചാലും ഇനി എന്ത് സമ്മർദ്ദം ഉണ്ടായാലും അമേരിക്കയും ഇസ്രയേലും ഈ പറയുന്ന ഇറാനിലെ റെജിം ചേഞ്ച് വരെ പോരാടും. നമ്മൾ വിചാരിക്കുന്ന പോലെ സമാധാനം അത്ര വേഗത്തിൽ കാംക്ഷിക്കാനാകില്ല എന്ന സങ്കടകരമായ വാർത്ത കൂടിയാണ് ട്രൂത്ത് സോഷ്യലിലെ ട്രംപിന്റെ പോസ്റ്റുകളിലൂടെ വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റുകൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, 1 ഖമനേയി കൊല്ലപ്പെട്ടു, 2 ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇറാനിലെ പ്രക്ഷോഭകാരികൾക്ക് സുവർണാവസരമാണ്. നിങ്ങൾ ഭരണം പിടിച്ചെടുക്കൂ, നിങ്ങളുടെ മുന്നിൽ പ്രധാന പ്രതിസന്ധി ഇറാൻ റവല്യൂഷണറി ഗാർഡാണെങ്കിൽ ആ റവല്യൂഷണറി ഗാർഡ് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു കൂടി ട്രംപ് അവർക്കൊരു ഓഫർ കൊടുക്കുന്നു. അതിന് കാരണം റവല്യൂഷണറി ഗാർഡിലെ പലർക്കും ഇനി മുന്നോട്ട് യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല, അവർ കീഴടങ്ങാൻ തയ്യാറാണെന്ന തരത്തിലാണ് ട്രൂത്ത് സോഷ്യൽ ട്രംപ് പറയുന്നത്. ട്രംപിന്റെ വേർഷൻ മാത്രമാണ്, പക്ഷേ ഇറാൻ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ പെട്ടെന്ന് പരാജയപ്പെട്ട ചരിത്രം, കീഴ്പ്പെട്ട ചരിത്രം, വിധേയപ്പെട്ട ചരിത്രം ഇറാനില്ല. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യുദ്ധം എന്ന് പറയുന്നത് വെപ്പൺ കൊണ്ടുള്ള, ആയുധം കൊണ്ടുള്ള യുദ്ധത്തിന് അപ്പുറത്തേക്ക് പ്രൊപ്പഗണ്ട വാറുകളും നടക്കും. ആ പ്രൊപ്പഗണ്ട വാർ, യുദ്ധ ഫീൽഡിലെ ഓരോ വാക്കുകളും, യുദ്ധ ബാറ്റിലെ ഓരോ വാക്കുകളും അത് ഈ പറയുന്ന ശത്രുപക്ഷത്തിൻ്റെയോ ആക്രമിക്കുന്ന പക്ഷത്തിൻ്റെയോ ആക്രമിക്കപ്പെടുന്ന പക്ഷത്തിൻ്റെയോ മനോവീര്യത്തെ തകർക്കാനും ഉയർത്താനും ഉണർത്താനും സാധിക്കുന്ന രീതിയിലായിരിക്കും. ചിലപ്പോൾ ഈ പോസ്റ്റ് സത്യമായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ പ്രൊപ്പഗണ്ട അടിസ്ഥാനമായി ഖമനേയി കൊല്ലപ്പെട്ടു എന്ന ഈ പറയുന്ന ഇറാനിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ മനോവീര്യം തകർക്കാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിരിക്കാം. ഏതാണോ എന്താണോ എന്നുള്ള സത്യവും വസ്തുവും നമുക്കറിയില്ല. ഖമനേയി അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണുമെന്നൊക്കെ നേരത്തെ വാർത്തകൾ വന്നെങ്കിലും പിന്നീട് ഖമനേയി വാർത്തകൾ വന്നിട്ടില്ല. അപ്പോൾ ട്രംപ് ഔദ്യോഗികമായി തന്നെ പറയുന്നു ഖമനേയി ഈസ് ഡെഡ് എന്നാണ് പറയുന്നത്. ഖമനേയി കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് നമ്മൾ നമുക്ക് എത്രത്തോളം അത് ആധികാരികമായി പുറത്തു പറയാനാകുമെന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ ട്രംപിനെ കോട്ട് നമുക്ക് പറയാം. ട്രൂത്ത് സോഷ്യൽ ട്രംപിന്റെ 5 മിനിറ്റുമുള്ള പോസ്റ്റിൽ വളരെ ക്ലിയർ കട്ടായി പറയുന്നു ഖമനേയി കൊല്ലപ്പെട്ടു എന്ന്. നമ്മൾ കുറച്ചധികം നേരമായി ചോദിക്കുന്ന ചോദ്യമാണ്, ഖമനേയിക്ക് എന്ത് സംഭവിച്ചു, പെസഷ്യാൻ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് ട്രംപ് ഇത് ആദ്യമായി ഔദ്യോഗികമായി അറിയിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.